ഗായ്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലീച്ചിൻ്റെ 26, 27, 28 എന്നീ എപ്പിസോഡുകളാണ്. അതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ കുക്കാക്കുവിൻ്റെ സഹായത്തോടെ ഇച്ചിഗോയും ബാക്കിയുള്ളവരും സോൾ സൊസൈറ്റിയുടെ ഉള്ളിലേക്ക് എത്തുന്നു. എന്നാൽ ആ ക്യാനൺ ബോൾ പൊട്ടിയതോടെ അവരെല്ലാം പല ദിക്കുകളിലേക്ക് ചെന്ന് വീഴുന്നു. അങ്ങനെ ഒരു സൈഡിൽ സാദോയും മറ്റൊരു സൈഡിൽ യൊറോയിച്ചിയും വേറൊരു സൈഡിൽ ഇഷിതയും ഒരിഹിമയും, അങ്ങനെ അവസാനം ഇച്ചിഗോയും ഗാഞ്ചുവും 4 വശങ്ങളിലായി വീഴുന്നു. പക്ഷേ എല്ലാവരും അവരുടെ സ്കില്ല് ഉപയോഗിച്ച് പരിക്കുകളില്ലാതെ തന്നെ രക്ഷപ്പെടുന്നു. പക്ഷേ ഇച്ചിഗോയുടെയും ഗാഞ്ചുവിൻ്റെ അടുത്തേക്ക് അപ്പോൾ 2 സോൾ റീപ്പേഴ്സ് വന്ന് നിൽക്കുന്നു. അപ്പോൾ അതിലൊരാൾ രോക്കുകളെ കൃത്യം അവർക്ക് തന്നെ കിട്ടിയെന്ന് പറഞ്ഞ് അയാൾ ലക്കി എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് ഒരു വൃത്തികെട്ട ഡാൻസ് ഒക്കെ കളിക്കുന്നു. ഇത് കണ്ട് അവർ 2 കിളി പോയി നിൽക്കുന്നു. എന്നാൽ പെട്ടെന്ന് ഗാജു ഈ സമയം മുതലെടുത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് ആ സോൾ റീപ്പേഴ്സ് എന്താണ് അവർ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിന്ന സോൾ റീപ്പർ അവർക്ക് നമ്മളോട് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചർച്ച തുടർന്നോളൂ എന്ന് പറഞ്ഞ് അയാൾ അടുത്ത ഡാൻസ് സ്റ്റെപ്പ് കാണിക്കാൻ തുടങ്ങവേ ഗാഞ്ചു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ തന്നെ അടുത്ത് നിന്ന് സോൾ റീപ്പർ ഗാഞ്ചുവിനെ ലക്ഷ്യമാക്കി ഓടുന്നു. അതേസമയം ഓടാതെ നിന്ന് ഇച്ചിഗോയോട് അവൻ ഓടാതിരുന്നത് എന്താണെന്ന് ചോദിക്കുന്നു. കാരണം അവൻ്റെ ഫ്രണ്ടിന് ഞങ്ങൾ അവനേക്കാൾ പവർഫുൾ ആണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അയാൾ ഓടിയത്. എന്നാൽ ഇച്ചിഗോയും അയാളോടായി പറയുന്നു, നീ എന്നേക്കാൾ ശക്തനാണെങ്കിൽ ഞാൻ എത്ര ഓടിയിട്ടും കാര്യമില്ല, നീ എന്നെ തീർച്ചയായും പിടിക്കും. പക്ഷെ ഞാനാണ് ശക്തനെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് ഞാൻ തീർക്കും. എന്നാൽ അധികം താമസിയാതെ തന്നെ സോൾ റീപ്പർ അവനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് പുരോഗമിക്കുന്നു. എന്നാൽ ഇച്ചിഗോ അയാളെ അറ്റാക്ക് ചെയ്തപ്പോൾ അവൻ ചെറിയ പുള്ളിയല്ലെന്ന് മനസ്സിലായ ആ സോൾ റീപ്പർ അവൻ്റെ പേര് മനസ്സിലാക്കിയ ശേഷം താനാണ് 11th ഡിവിഷൻ മെമ്പർ ഇക്കാക്കു മദുരാമെ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. അതേസമയം ഗാഞ്ചുവിനെ ആ സോൾ റീപ്പർ ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവൻ ഓടിയ വഴി അവസാനിക്കാറായപ്പോൾ ഗാഞ്ചു അവൻ്റെ ടെക്നിക്ക് ഉപയോഗിച്ച് ആ മതിലിനെ സാൻഡാക്കി മാറ്റി അതിനുള്ളിലൂടെ രക്ഷപ്പെടുന്നു. അങ്ങനെ സെയിം ടെക്നിക്ക് ഉപയോഗിച്ച് അവൻ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവൻ ഒരു വലിയ കുഴിയുടെ മുൻപിലെത്തുന്നു. ഇത് കണ്ടവൻ ആശ്ചര്യപ്പെട്ടപ്പോൾ ആ സോൾ റീപ്പർ തൊട്ടുപുറകെ വന്ന അവനോട് ഇതായിരുന്നു പണ്ടത്തെ എക്സിക്യൂഷൻ ഗ്രൗണ്ട് എന്ന് ഗാഞ്ചുവിനോട് പറയുന്നു. ഇതിൽ വീഴുന്നവർ ഒരിക്കലും രക്ഷപ്പെടില്ല. അതിനാൽ ആ സോൾ റീപ്പർ തന്റെ സോഡ് എടുത്തുകൊണ്ട് ഒന്നുകിൽ അവന് തന്റെ സംപക്ത കൊണ്ടോ അതോ ആ കുഴിയിൽ വീണോ മരിക്കാമെന്നും തീരുമാനം അവൻ്റേതാണെന്നും പറയുന്നു. അതേസമയം ഇച്ചിഗോയ്ക്കും മദുരാമയ്ക്കും കൃത്യം അവരുടെ നെറ്റിയിലായി മുറിവേൽക്കുന്നു. എന്നാൽ മദുരാമെ തന്റെ സംപത്തയുടെ പീടിയുടെ ബാക്കിൽ നിന്ന് ഒരു പ്രത്യേകതരം മൂവ്മെന്റ് എടുത്ത് മുറിവ് പറ്റിയെടുത്ത് തൂക്കുന്നു. എന്നാൽ ഇച്ചിഗോ ഇത് ഫൗളാണെന്ന മട്ടിൽ അതിനെ എതിർക്കുന്നു. എന്നാൽ മദുരാമെ ഇങ്ങനെയാണ് ബുദ്ധിയുള്ളവർ ചെയ്യുകയെന്ന് പറഞ്ഞ് അവനെ തിരിച്ച് കളിയാക്കുന്നു. അങ്ങനെ അവർ വീണ്ടും ഫൈറ്റ് തുടരുന്നു. അതേസമയം മദുരാമയ്ക്ക് ഇച്ചിഗോയുടെ ഫൈറ്റിംഗ് സ്റ്റൈൽ കണ്ട് ആരാണ് അവൻ്റെ മാസ്റ്റർ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇച്ചിഗോ വെറും 10 ദിവസം പഠിപ്പിച്ചതുകൊണ്ട് അയാളെ മാസ്റ്റർ എന്ന് വിളിക്കാമോ എന്ന് എനിക്കറിയില്ല, എങ്കിലും അയാളുടെ പേര് ഉരഹര കിസ്കെ എന്നാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഞെട്ടിയ മദുരാമെ അങ്ങനെയാണെങ്കിൽ തൻ്റെ മുഴുവൻ ശക്തിയും എടുത്തു വേണം നിന്നെ കൊല്ലാൻ എന്ന് പറഞ്ഞ അയാൾ തൻ്റെ സംപക്തോ ചേർത്ത് പിടിച്ച് അതിനെ ഷിക്കായി ഫോമിനെ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ സോഡ് ഒരു സ്പിയർ പോലെ ആയതുകൊണ്ട് ഇച്ചിഗോ ഞെട്ടുന്നു. ശേഷം അത് വെച്ച് അയാൾ അവനോട് അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഇച്ചിഗോ പെട്ടെന്ന് തനിക്കൊരു ഓപ്പൺ സ്പേസ് കിട്ടിയത് കണ്ട് അയാളെ അറ്റാക്ക് ചെയ്യാൻ തുനിഞ്ഞതും പെട്ടെന്ന് ആ സ്പിയർ 3 സെക്ഷനായി ഡിവൈഡ് ആവുന്നു. ഇച്ചിഗോ ഇത് കണ്ട് ഞെട്ടിപ്പോകുന്നു. അതേസമയം ഗാജുവിനെ കൊല്ലാനായി നിന്ന സോൾ റീപ്പർ അവൻ്റെ കയ്യിലേക്ക് നോക്കിയതും പെട്ടെന്ന് അവൻ അയാളുടെ കണ്ണിലേക്ക് സാരി വാരി എറിയുന്നു. എന്നിട്ട് തന്നെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. എന്നാൽ അവൻ തന്നെ സ്വയം കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ ആ സോൾ റീപ്പർ അവൻ മരിച്ചുവെന്ന് കരുതി നിന്നപ്പോൾ ഗാഞ്ചു അയാൾ സ്പെയർ ആയി കൊണ്ടുവന്ന ക്യാനൺ ബോൾ ഉപയോഗിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ ആ സോൾ റീപ്പർ തന്നെ സോഡ് ഉപയോഗിച്ച് അതിനെ വെട്ടാൻ നോക്കിയിട്ടും അതിനൊന്നും പറ്റുന്നില്ലെന്ന് കാണുന്നു. അപ്പോൾ ഗാഞ്ചു ഇതെൻ്റെ സിസ്റ്ററായ കുക്കാക്കുഷിബ കണ്ടുപിടിച്ച ക്യാനൺ ബോൾ ടെക്നിക്കാണ്, ആർക്കും ഇത് എളുപ്പം തകർക്കാനാവില്ല. അപ്പോൾ ആ സോൾ റീപ്പർ തന്നെ അവൻ തെറ്റിദ്ധരിച്ചു പോയെന്ന് പറഞ്ഞ് താൻ സോൾ സൊസൈറ്റിയിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഡിവിഷനായ 11th ഡിവിഷൻ മെമ്പറാണെന്ന് പറഞ്ഞുകൊണ്ട് അയാളും തൻ്റെ സംപക്തം എടുത്ത് അതിന് ഷിക്കായി ഫോമിനെ പുറത്തു കൊണ്ടുവരുന്നു. ശേഷം അയാൾ അതുകൊണ്ട് ക്യാനൺ ബോളിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അത് ചെറുതായി ബ്രേക്ക് ആയെങ്കിലും ഗാഞ്ചു തൻ്റെ കോൺസെൻട്രേഷൻ മനഃപൂർവ്വം കുറച്ചുകൊണ്ട് ആ ക്യാനൺ ബോൾ ബ്രേക്ക് ചെയ്യിക്കുന്നു. അങ്ങനെ അത് പൊട്ടിത്തെറിച്ച് ഗാഞ്ചു ആ കുഴിയുടെ അപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്നു. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതേസമയം മദുരാമയുടെ സംപക്ത കൊണ്ടുള്ള അറ്റാക്ക് മൂലം ഇച്ചിഗോയുടെ കൈക്ക് നന്നായി മുറിവേൽക്കുന്നു. അതേസമയം ഇച്ചിഗോ തൻ്റെ കൈ അവൻ്റെ സംപത്തോയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് കെട്ടിയ ശേഷം വീണ്ടും അറ്റാക്കിന് പോകുന്നു. ഇതേ സമയം സോൾ സൊസൈറ്റിക്കുള്ളിൽ ഒരു ട്രേയുമായി റുക്കിയയ്ക്ക് ഫുഡ് കൊടുക്കാനായി പോകുന്ന ഹനത്തറോ യമദ എന്ന സോൾ റീപ്പറെ കാണിക്കുന്നു. അങ്ങനെ സെല്ലിലെത്തിയ അയാൾ റുക്കിയെ നോക്കിയപ്പോൾ അവളെ അവിടെ കണ്ടില്ല. അപ്പോൾ ഒരു സോൾ റീപ്പർ അങ്ങോട്ടേക്ക് വന്ന് റുക്കിയെ എക്സിക്യൂഷന് വേണ്ടി സെൻസൈക്യൂവിലേക്ക് മാറ്റിയ വിവരം അവനെ അറിയിക്കുന്നു. എന്നാൽ ഹനത്തറോ യമദ അത് കേട്ടതും ഞെട്ടുന്നു. അതേസമയം റുക്കിയ സോക്യുക്യുവിലെ ജയിലിനുള്ളിലിരുന്ന് അവൾ രാവിലെ കണ്ട വെളിച്ചം അതെന്തായിരുന്നു എന്ന് ആലോചിക്കുന്നു. ചിലപ്പോൾ ഇച്ചിഗോ തന്നെ ശരിക്കും രക്ഷിക്കാൻ വന്നതായിരിക്കുമോ എന്ന് അവൾ ആശ്ചര്യപ്പെടുന്നു. അതേസമയം ഇച്ചിഗോയും മദുരാമയും തമ്മിലുള്ള ഫൈറ്റ് പുരോഗമിക്കുന്നു. ഇതേസമയം യാച്ചുറുവും കെമ്പച്ചിയും ഈ ര്യോക്കകളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. യാച്ചുറു പറഞ്ഞ വഴിയിലൂടെയായിരുന്നു കെമ്പച്ചി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പോയി അവസാനം വഴി തീരുന്നു. അതേസമയം ഇഷിതയും ഒരിഹിമയും സോൾ റീപ്പേഴ്സിന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ഇഷിത അവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരുന്നപ്പോൾ ഒരിഹിമെ എവിടുന്നൊക്കെയോ കുറച്ച് സോൾ റീപ്പേഴ്സിനെ തേടി പിടിച്ചുകൊണ്ടുവരുന്നു. അങ്ങനെ അവരെ ഇഷിത തടയാൻ തീരുമാനിച്ചെങ്കിലും 3 സൈഡിൽ നിന്നും സോൾ റീപ്പേഴ്സ് വരുന്നത് കണ്ട് അവർ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അപ്പോൾ ഇത്രയും ബഹളം സാധു ഒരു മരത്തിന്റെ മുകളിൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അയാൾ അത് ചിലപ്പോൾ ഇച്ചികയായിരിക്കുമെന്ന് കരുതി അങ്ങോട്ടേക്ക് ഒഴുന്നു.
അതേസമയം മദരാമെ തന്റെ സമ്പത്തോ ഇച്ചിഗോ പൊട്ടിച്ചത് കണ്ട് ഞെട്ടി നിൽക്കവേ ഇച്ചിഗോ പറന്നു വന്ന് അയാളുടെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ മദരാമയുടെ സമ്പത്തോ രണ്ടായി മുറിഞ്ഞ് അയാൾക്ക് നന്നായി പരിക്ക് പറ്റുന്നു. എന്നാൽ വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ട് മദരാമെ തന്നെ അവന് തോൽപ്പിക്കണമെങ്കിൽ തൻ്റെ കൈയെങ്കിലും കുറഞ്ഞത് അവൻ വെട്ടിയിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇച്ചിഗോ അയാളോട് തോൽവി സമ്മതിക്കാൻ പറഞ്ഞെങ്കിലും അയാളത് കേൾക്കാതെ നമ്മളിൽ ഒരാളെ ഈ ഫൈറ്റ് കഴിയുമ്പോൾ അവശേഷിക്കൂ എന്ന് പറഞ്ഞ് ഓടി വന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഇച്ചിഗോ അയാൾ പറഞ്ഞ പോലെ തന്നെ മദരാമയുടെ കൈ വെട്ടിക്കളയുന്നു. അങ്ങനെ തോൽവി സമ്മതിച്ച് അയാൾ ബോധം കെട്ട് വീഴുന്നു. അതേസമയം ഗാഞ്ചുവിനെ ആ സോൾ റീപ്പർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഗാഞ്ചു തന്റെ സ്പെഷ്യൽ ടെക്നിക്കായ മുളകുപൊടി ബോംബ് എടുത്ത് പൊട്ടിക്കുന്നു. അപ്പോൾ ആ സോൾ റീപ്പറുടെ കണ്ണ് നന്നായി എരിയുന്നു. കൂടാതെ അതിട്ട് ഗാഞ്ചുവിന്റെ കണ്ണും നല്ലപോലെ എരിയുന്നു. അങ്ങനെ അവർ രണ്ടും കണ്ണ് കാണാതെ ഒരു കുഴിയിലേക്ക് വീഴുന്നു. എന്നാൽ ഗാഞ്ചു വീഴാതെ അതിന്റെ വക്കത്ത് പിടിച്ചു നിന്നപ്പോൾ ആ സോൾ റീപ്പർ ഗാഞ്ചുവിന്റെ ദേഹത്ത് പിടിക്കുന്നു. അതേസമയം ബോധം വന്ന മദരാമെ താൻ എന്താ മരിക്കാഞ്ഞതെന്ന് കണ്ട് അത്ഭുതപ്പെടുന്നു. അപ്പോൾ ഇച്ചിഗോ അവിടെ ഇരിക്കുന്നത് അയാൾ കണ്ട് ഞെട്ടുന്നു. ശേഷം ഇച്ചിഗോ അയാൾ അൺകോൺഷ്യസ് ആയപ്പോൾ അയാളുടെ സംപക്തോ ഒറിജിനൽ ഫോമിലേക്ക് പോയെന്നും ശേഷം താൻ അയാളുടെ സോഡിന്റെ പിടിയിലിരുന്ന ഓയിൽമെന്റ് എടുത്ത് തേച്ചെന്നും പറയുന്നു. എന്നാൽ ഇത് കേട്ട് മദരാമെ ദേഷ്യപ്പെടുന്നു. കാരണം ഈ തോൽവി മൂലമുള്ള നാണക്കേട് തനിക്ക് താങ്ങാൻ കഴിയില്ലെന്നും തനിക്ക് എണീക്കാൻ കഴിയുമായിരുന്നെങ്കിൽ വീണ്ടും അവനോട് ഫൈറ്റ് ചെയ്യുമായിരുന്നുവെന്നും അയാൾ പറയുന്നത് കേട്ടപ്പോൾ ഇയാളെ രക്ഷിക്കേണ്ടായിരുന്നു എന്ന് ഇച്ചിഗോ പിന്നീട് ചിന്തിക്കുന്നു. ശേഷം അവൻ തനിക്ക് കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വേണമെന്ന് അവനോട് പറയുന്നു. ഇത് കേട്ട് മദരാമെ താനിത് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇച്ചിഗോ റുക്കി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അവനോട് ചോദിക്കുന്നു. ഇത് കേട്ട് അയാൾ ഞെട്ടുന്നു. അതേസമയം ഗാഞ്ചുവും ആ സോളിപ്പറും അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നേരെ താഴേക്ക് വീഴുന്നു. എന്നാൽ ആ കുഴി അയാൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു കുഴിയല്ലായിരുന്നു. പകരം അതൊരു വേസ്റ്റ് ഇടുന്ന കുഴിയായിരുന്നു. ശേഷം ഗാഞ്ചു അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതേസമയം മദരാമെ എന്തിനാണ് റുക്കിയെ കുച്ചിക്കയെ അവൻ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഇച്ചിഗോ തങ്ങൾ അവരെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറയുന്നു. ഇത് കേട്ട് ഞെട്ടിയ മദരാമെ നിങ്ങൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇച്ചിഗോ ഞങ്ങൾ 5 പേരും പിന്നെ ഒരു പൂച്ചക്കുട്ടിയും ഉണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും അയാൾ അവിടെ കിടന്ന് തല തല്ലിച്ചിരിക്കുന്നു. ശേഷം അയാൾ ഇവിടെ നിന്ന് തെക്കോട്ട് പോയി പടിഞ്ഞാറോട്ട് മാറിയാൽ ഒരു വൈറ്റ് ടവർ കാണാമെന്നും അവൾ അതിനുള്ളിൽ ഉണ്ടാവുമെന്നും അയാൾ അവനോട് പറയുന്നു. കൂടാതെ നിങ്ങളും റുക്കിയുമായുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അവളെ രക്ഷിക്കണമെങ്കിൽ പോയി രക്ഷിക്കാനും അയാൾ പറയുന്നു. അങ്ങനെ അവൻ ബായി പറഞ്ഞ് പോവാൻ നേരം പെട്ടെന്ന് മദരാമെ അവനോടൊരു നിമിഷം നിൽക്കാൻ പറയുന്നു. എന്നിട്ട് നിങ്ങളിൽ ആരാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇച്ചിഗോ അത് ചിലപ്പോൾ ഞാനാകാനാണ് സാധ്യതയെന്ന് അവൻ പറയുന്നു. അപ്പോൾ മദരാമെ അങ്ങനെയാണെങ്കിൽ തന്റെ ക്യാപ്റ്റനെ ഒന്ന് ശ്രദ്ധിച്ചോളാനും അയാൾക്ക് വീക്കായ ആളുകളുമായി ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെന്നും അതിനാൽ ഇച്ചിഗോ പറയുന്നത് സത്യമാണെങ്കിൽ അയാൾ തീർച്ചയായും അവനെ തേടി വരുമെന്നും പറയുന്നു. അപ്പോൾ ഇച്ചിഗോ അയാൾ അത്രയ്ക്കും സ്ട്രോങ് ആണോ എന്ന് ചോദിച്ചപ്പോൾ നിനക്കത് അയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്ന് അയാൾ പറയുന്നു. അവസാനം ഇച്ചിഗോ അയാളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് സരാക്കി കെമ്പച്ചി എന്നാണെന്ന് പറയുന്നു. ശേഷം ഇച്ചിഗോ ഗാഞ്ചുവിനെ അന്വേഷിച്ചു പോകുന്നു. പക്ഷെ എത്ര തിരഞ്ഞിട്ടും അവനെ കാണാത്തതിനാൽ ഇച്ചിഗോ അവിടെ നിന്ന് ഗാഞ്ചുവിന്റെ പേര് ഉറക്കെ വിളിക്കുന്നു. എന്നാൽ തൊട്ടടുത്ത് തന്നെ കുറച്ച് സോൾ റീപ്പേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അവർ ഇവനെ കണ്ടതും ഇവൻ നുഴഞ്ഞുകയറ്റക്കാരിൽ ഒരാളാണെന്ന് മനസ്സിലാക്കി ഇച്ചിഗോയെ പിടിക്കാനായി ഓടുന്നു. അതേസമയം ഗാഞ്ചുവും ഓടി വീണ്ടും ഒരു കുഴിയുടെ ഫ്രണ്ടിലെത്തുന്നു. ഇനിയും ഇതുപോലെ എത്ര കുഴികളുണ്ടെന്ന് പറഞ്ഞ് അവൻ ആശ്ചര്യപ്പെട്ടു നിന്നപ്പോൾ ആ സോൾ റീപ്പർ ഇതാണ് അവസാനത്തേതെന്നും ഇതിലേക്ക് നിന്നെ തള്ളിയിടാൻ പോവാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നു. അങ്ങനെ ഗാഞ്ചുവിനെ കൊല്ലാനായി സോൾ റീപ്പർ തയ്യാറാകവേ ഇച്ചിഗോ അവനെ വിളിക്കുന്നത് അവർ കേൾക്കുന്നു. അപ്പോൾ അയാൾ ഗാഞ്ചുവിന്റെ ഫ്രണ്ടും അവനെ പോലെ തന്നെ ഒരു മണ്ടനാണെന്ന് പറഞ്ഞപ്പോൾ ഗാഞ്ചു അതിനെ എതിർത്തുകൊണ്ട് ശരിക്കും മണ്ടൻ നീയാണെന്ന് അയാളോട് പറയുന്നു. കാരണം ഇച്ചിഗോയോട് എത്തിയത് അവൻ മദരാമയെ ബീറ്റ് ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ആകെ ഞെട്ടുന്നു. ആ സമയം നോക്കി ഗാഞ്ചു വീണ്ടും ഒരു പടക്കമെടുത്ത് അയാളുടെ നേരെ പൊട്ടിക്കുന്നു. ഇത് അയാളുടെ ഫേസിൽ ഒരു മുറിവ് വീഴ്ത്തുന്നു. അത് അയാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അയാൾ അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്നു. വെട്ടുകൊണ്ട് ഗാഞ്ചു തെറിച്ച് ആ കുഴിയിലേക്ക് വീഴാൻ തുടങ്ങിയെങ്കിലും അവൻ ആ വക്കത്ത് പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ആ സോൾ റീപ്പർ നീ ജനിച്ചതൊരു വൃത്തികെട്ടവനായിട്ടാണെങ്കിലും നിന്റെ മരണം വളരെ മനോഹരമായിരിക്കുമെന്ന് ഗാഞ്ചുവിനെ നോക്കി പറയുന്നു. എന്നാൽ ഗാഞ്ചു അത് കേട്ട് ചിരിച്ചുകൊണ്ട് തന്റെ കാര്യത്തിൽ നല്ലവനെന്നോ വൃത്തികെട്ടവനെന്നോ ഉള്ള വേർതിരിവുകളില്ലെന്നും അവസാനം വരെ ജീവിക്കുന്നതാണ് പ്രധാനമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ വെച്ച് വീണ്ടും സാൻസപ്പ എന്നവൻ്റെ ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ സോൾ റീപ്പർ അവിടുന്ന് താഴേക്ക് വീണ സമയം നോക്കി ഗാഞ്ചു അയാളുടെ തലയിൽ പിടിച്ച് രക്ഷപ്പെടുന്നു. എന്നാൽ അതിനുശേഷം ഗാഞ്ചു അവൻ്റെ സീക്രട്ടായ ഷിബാസ്റ്റൈ റോക്ക് വേവ് എന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ മുഴുവൻ ഒരു സുനാമി പോലെ സാൻഡ് വന്നു നിറയുന്നു. എങ്കിലും ആ സോൾ റീപ്പർ ആകാശത്തേക്ക് പറന്ന് രക്ഷപ്പെട്ടെങ്കിലും ഗാഞ്ചു വീണ്ടും ഒരു ബോംബ് അയാളുടെ തലയ്ക്ക് നേരെ വീഴുന്നു. അങ്ങനെ അത് പൊട്ടിത്തെറിക്കുന്നു. അതേസമയം ഇച്ചിഗോയും അവനെ പിടിക്കാൻ വന്ന സോൾ റീപ്പേഴ്സിനെയും ബീറ്റ് ചെയ്ത ശേഷം ഗാഞ്ചു നിൽക്കുന്ന സ്ഥലം മനസ്സിലാക്കുന്നു. അങ്ങനെ വീണ്ടും വഴിതെറ്റിയ കെമ്പച്ചി ഒരു മതിലൊക്കെ പൊളിച്ചുകൊണ്ട് അവരെ അന്വേഷിച്ചു പോകുന്നു. അതേസമയം ഇഷിതയും ഒരിഹിമയും അവിടെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ശേഷം ഒരിഹിമെ അയാൾ നമ്മളെ കണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കഥ കഴിഞ്ഞേനെ എന്ന് പറയുന്നു. ഇഷിതയും അതിനോട് യോജിക്കുന്നു. ശേഷം അവിടുന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റി ചിന്തിക്കവേ ഇഷിത അവളെ നോക്കിയതും ഒരു സോൾ റീപ്പർ അവളുടെ തൊട്ടടുത്ത് വന്ന് അവളെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതിന് മുമ്പേ തന്നെ ഇഷിത അവളെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. അതേസമയം യൊറോയിച്ചിയും അയാളുടെ ചുറ്റും സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്യുന്നു. ശേഷം അവരെല്ലാം മരിക്കാതെ പിടിച്ചു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ശേഷം ആ സോൾ റീപ്പർ തൻ്റെ അറ്റാക്ക് അവളിൽ കൊണ്ടില്ല എന്ന് മനസ്സിലാക്കി ഇഷിതയുടെ കഴിവിനെ അഭിനന്ദിക്കുന്നു.
കൂടാതെ അയാൾ അവർക്കിനി ചെയ്ത് തെറ്റിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യാനായി 10 സെക്കൻഡ് നൽകുന്നു. എന്നാൽ ഒരിഹിമെ അതേസമയം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ നിൽക്കുന്നു. എന്നാൽ അവൾക്ക് ഇഷിത ഇപ്പോൾ ഒരു ഫൈറ്റിന് റെഡിയായി നിൽക്കുകയാണെന്നും ട്വിൻസിയായി അവനെ സോൾ റിപ്പേഴ്സ് എന്നും എനിമീസ് ആണെന്ന കാര്യവും അവൾക്കറിയാമായിരുന്നു. അങ്ങനെ 10 സെക്കൻഡും അവസാനിച്ചത് കൊണ്ട് അയാൾ അവരെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നു. എന്നാൽ അവരത് ഡോഡ്ജ് ചെയ്യുന്നു. ഒപ്പം ഇഷിതയുടെ കണ്ണിലേക്ക് അയാൾ മണ്ണ് വാരി എറിയുന്നു. അങ്ങനെ അവൻ കണ്ണ് കാണാതെ താഴേക്ക് വീഴാൻ പോയെങ്കിലും ആ റൂഫിൻ്റെ അറ്റത്ത് അവന് പിടുത്തം കിട്ടുന്നു. ശേഷം അയാൾ ഒരിഹിമയുടെ നേരെ തിരിയുന്നു. ഇഷിത അവളോട് രക്ഷപ്പെടാനായി പറഞ്ഞെങ്കിലും അവൾ അവിടെ നിന്ന് ഇച്ചിഗോയ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ സുബാക്കിയെ വിളിച്ച് അയാളുമായി അറ്റാക്കിൽ വിടുന്നു. പക്ഷേ ആ ചെറിയ ജീവിക്ക് അയാളോട് പിടിച്ചു നൽകാൻ കഴിയാതെ അത് ബീറ്റണാവുന്നു. അങ്ങനെ എല്ലാം അവസാനിച്ചെന്ന് മനസ്സിലാക്കി ഒരിഹിമയുടെ അടുത്ത് വന്ന് അയാൾ തൻ്റെ സോഡ് എടുത്ത് അവൾക്ക് നേരെ വീശിയതും പെട്ടെന്നൊരു ആരോ വന്ന് അയാളെ കൈ മുറിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ ഇഷിത അവിടേക്ക് എത്തി ആണുങ്ങളോട് മുട്ടുവാനായി പറഞ്ഞ് അയാളെ വെല്ലുവിളിക്കുന്നു. അതേസമയം സോക്കിക്കുയിൽ വെച്ച് റുക്കിയെ കാണാനായി ഹനത്തരോ ക്ലീൻ ചെയ്യുക എന്ന വ്യാജന വന്നെങ്കിലും അയാളെ അവിടുത്തെ കാവൽക്കാർ ഓടിച്ചു വിടുന്നു. അതേസമയം ഇച്ചിഗോയെ വീണ്ടും ഒരു കൂട്ടം സോൾ റീപ്പേഴ്സ് ഇട്ട് ഓടിക്കുന്നു. അതേസമയം ഇഷിതയെ കാണിക്കുന്നു. ആ സോൾ റീപ്പറിന് അവനൊരു ക്വിൻസിയാണെന്ന് മനസ്സിലാകുന്നു. അതേസമയം ഒരിഹിമെ ഇഷിതയുടെ പുതിയ തരം വില്ല് കണ്ട് അത്ഭുതപ്പെടുന്നു. ഇത് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് അന്ന് അവൻ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ആ സോൾ റീപ്പർ തൻ്റെ സംഗ്പത്വൻ്റെ ഷിക്കായ് ഫോം റിലീസ് ചെയ്യുന്നു. ശേഷം താനാണ് ജിറോബോ ഇക്കാൻസക്ക, സ്ക്വാഡ് 7ലെ മോസ്റ്റ് സ്കിൽഡായ സോൾ റീപ്പർ എന്നൊക്കെ വെച്ച് തള്ളിക്കൊണ്ടിരിക്കുകയും ഒരൊറ്റ ആരോ വിട്ടുകൊണ്ട് ഇഷിത അയാളുടെ ഷിക്കായ് ഫോമിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ശേഷം ഞെട്ടി അയാൾ തന്റെ സംഗ്പത്വം എടുത്തതും ഇഷിത അതും നശിപ്പിക്കുന്നു. അതേസമയം ക്യാപ്റ്റൻ മയൂരിയെ കാണിക്കുന്നു. അയാൾ എത്രയും വേഗം തന്നെ ആ റോക്കുകളെ മറ്റുള്ള സ്ക്വാഡിലുള്ളവർക്ക് കിട്ടുന്നതിന് മുന്നേ പിടിക്കണമെന്നും അവർ ചിലപ്പോൾ തനിക്ക് നല്ലൊരു പരീക്ഷണ വസ്തുവാകാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അവരെ ജീവനോടെ കൊണ്ടുവരണമെന്നും അയാൾ പറയുന്നു. അപ്പോൾ ഒരു ഹെൽ ബട്ടർഫ്ലൈ വന്ന് അയാളുടെ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വന്ന് ഒരു മെസ്സേജ് കൈമാറുന്നു. ഇക്കാക്കു മദരാമെ ആ റിയോക്കകളിൽ ഒരാളോട് ബീറ്റണായെന്ന കാര്യം പറയുന്നു. മയൂരി ഇത് കേട്ട് ഞെട്ടുന്നു. ശേഷം ഈ റിയോക്ക നല്ലൊരു ടെസ്റ്റ് സബ്ജക്റ്റ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശേഷം അയാൾ മദരാമയുടെ അടുത്തേക്ക് പോകുന്നു. അതേസമയം സറാക്കി കെമ്പച്ചിയുടെ സ്പിരിച്വൽ പ്രഷർ സെൻസ് ചെയ്ത് യൊറോയിച്ചി ഇച്ചുവയെ തേടിയാണ് അയാൾ വരുന്നതെന്ന കാര്യം മനസ്സിലാക്കുന്നു. അതേസമയം ബാക്കി എല്ലാവരും ഫൈറ്റിനായി തയ്യാറെടുക്കുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 28 അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരും. അതുവരേക്കും ടേക്ക് കെയർ.